പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 4ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നിവ വീട്ടിൽ ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി ഒരു പുതിയ മാർഗത്തെക്കുറിച്ച് പഠിക്കാം. നമ്മൾ ഇതുവരെ കമ്പ് ഉപയോഗിച്ച് പുതിയ സസ്യം ഉണ്ടാക്കുന്ന രീതിയാണ് പറഞ്ഞത്. എന്നാൽ ഇന്നിവിടെ മറ്റൊരു രീതിയാണ് നാം പഠിക്കുന്നത്, ബഡിംഗ്. ഈ വീഡിയോ നിരീക്ഷിക്കൂ. ഇതൊരു റബ്ബർ നഴ്സറിയാണ്. ബഡ് ചെയ്തുണ്ടാക്കിയ റബ്ബർ തൈകളാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ പരസ്യം ഒന്ന് നിരീക്ഷിക്കുക. ഈ ബഡ് ചെയ്തിരിക്കുന്ന തൈകളുടെ മികവായി പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമാണ്? നാടൻ റബ്ബർ തൈകളെ അപേക്ഷിച്ച് ബഡ് ചെയ്ത റബ്ബർ തൈക്കുള്ള മെച്ചം എന്താണ്? നാടൻ ഇനത്തേക്കാൾ കൂടിയ ഉൽപാദനം, കട്ടിയുള്ള പാൽ ലഭിക്കും. നമ്മൾ ലെയറിങ്ങിലും ഗ്രാഫ്റ്റിങ്ങിലും കമ്പാണ് ഉപയോഗിച്ചത് എങ്കിൽ ഇവിടെ മികച്ച ഇനം റബ്ബറിന്റെ മുകുളങ്ങളാണ് സയനായി ഉപയോഗിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. നാം ഗ്രാഫ്റ്റിങ്ങിൽ അതേ വർഗത്തിൽപ്പെട്ട ചെടിയുടെ കമ്പായിരുന്നു സയനായി ഉപയോഗിച്ചത്. അതുപയോഗിച്ച് അതേ വർഗത്തിൽപ്പെട്ട പുതിയൊരു സസ്യം ഉണ്ടാക്കിയെങ്കിൽ ഇവിടെ സയനായി ഉപയോഗിക്കുന്നത് മുകുളമാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ എന്തായിരിക്കും മുകുളം ഒട്ടിക്കൽ അഥവാ ബഡിംഗ്? എഴുതി നോക്കൂ. എഴുതിയത് ഒന്ന് വായിച്ചാലോ? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽ പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടിയിൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് ബഡിംഗ് അഥവാ മുകുളം ഒട്ടിക്കൽ. ഇനി നമുക്ക് ഈ മുകുളം ഒട്ടിക്കൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ടുള്ള ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ് ബഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബഡിങ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബഡിങ് നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ബഡിങ് ടീ ബഡിങ്, അതായത് ഏത് ബ്രാഞ്ചിലാണോ നമ്മൾ ബഡ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ആ റൂട്ട് സ്റ്റോക്കിലേക്ക് നമ്മൾ എങ്ങനെയാണോ മുറിവുകൾ ഉണ്ടാക്കി ബഡ് ഇൻസേർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ബഡിങ്ങിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു ബഡിങ്ങാണ് ടീ ബഡിങ്. അതിന് നമുക്ക് എടുക്കുന്ന ബഡ് വുഡിൽ നിന്നും ബഡ് എടുക്കുന്ന ഷേപ്പ് ഒരു ഷീൽഡിൻ്റെ ഷേപ്പിലാണ്, അല്ലെ ഒരു പരിചയയുടെ ഷേപ്പിലാണ്. അതുകൊണ്ട് നമുക്ക് ടീ ബഡിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് ഷീൽഡ് ബഡിങ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ബഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചില മെറ്റീരിയൽസ് വേണം. അതായത് ബഡ് വുഡിൽ നിന്നും നമ്മൾ ബഡ് ആദ്യമേ സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ബഡ് എടുക്കാനുള്ള ഒരു നൈഫ് വേണം, അല്ലെങ്കിൽ ഒരു ബ്ലേഡ് വേണം. അതേപോലെ ഈ ബഡ് വുഡിൽ അല്ലെ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്കൊരു പോളിത്തീൻ സ്ട്രിപ്പ് വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബഡിങ്ങിന് വേണ്ട സാധനങ്ങൾ. റോസാ ചെടിയിലാണ് നമ്മൾ ബഡ് ചെയ്യുന്നത്. അപ്പോൾ ബഡ് ചെയ്യുന്ന റോസാ ചെടിയിൽ നമ്മൾ ഒരു ടീ ഷേപ്പിൽ മുറിവുണ്ടാക്കണം. അതായത് ക്യാപിറ്റൽ ലെറ്റർ ടീയുടെ ഷേപ്പിൽ ഒരു മുറിവുണ്ടാക്കണം. ആ മുറിവ് നമ്മൾ അതൊരു നൈഫ് വെച്ച് അത് ഓപ്പണിങ് ചെയ്തു വെക്കണം. അതായത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തു വെക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ടീ ഷേപ്പിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കണം. ഇനിയും നമ്മൾ ആ ബഡ് വെള്ളം മറ്റും വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു പോളിത്തീൻ സ്ട്രിപ്പ് ഉപയോഗിച്ച് നമ്മളതിനെ കെട്ടിവെക്കണം. അപ്പോൾ ആ ബഡ് കാണത്തക്ക രീതിയിൽ വേണം നമ്മൾ കെട്ടിവെക്കാൻ. അതായത് ഇപ്പം നമ്മൾ ഈ വെച്ചിരിക്കുന്നത് ഈ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റെഡ് കളറിലുള്ള റോസാണ്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോസ് നിറത്തിലുള്ള ഒരു റോസാ ചെടിയുടെ ബഡാണ് നമ്മൾ ഇതിനകത്ത് വെച്ചത്. അപ്പോൾ ഈ ബഡിങ്ങിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ടീ ബഡിങ്, അല്ലെങ്കിൽ നമ്മൾ ബഡ് എടുത്തത് ഷീൽഡിന്റെ ഷേപ്പിലായതുകൊണ്ട് നമ്മൾ ആ ബഡിങ്ങിനെ ഏത് പേരിലൂടെ അറിയപ്പെടും? ഷീൽഡ് ബഡിങ് എന്നും കൂടെ അറിയപ്പെടും.
ഈ ബഡ്ഡിങ് നമ്മൾ റോസാ ചെടിയിലാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ റോസാ ചെടിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ടീയുടെ ഷേപ്പ് തല തിരിഞ്ഞ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ടീ ഷേപ്പിൽ എടുക്കുകയാണെങ്കിൽ ആ ബഡ്ഡിങ്ങിനെ നമ്മൾ എന്തെന്ന് പറയും? ഇൻവേർട്ടഡ് ടീ ബഡ്ഡിങ് എന്ന് പറയും. ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബഡ്ഡിങ് ആണ് പാച്ച് ബഡ്ഡിങ് എന്ന് പറയും. അതായത് നമ്മൾ ചെമ്പരത്തി പോലെയുള്ള ചെടികൾ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൂടെ നമുക്ക് നോക്കാം. നമ്മൾ ചെമ്പരത്തിയിൽ സാധാരണയായിട്ട് ചെയ്യുന്ന ബഡ്ഡിങ്ങിന് പറയുന്ന പേരാണ് പാച്ച് ബഡ്ഡിങ്. പാച്ച് ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഡ് എടുക്കുന്നത് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും. അതായത് ദീർഘചതുരത്തിന്റെ ആകൃതിയിലായിരിക്കും നമ്മൾ ബഡ് എടുക്കുന്നത്. ടീ ബഡ്ഡിങ്ങിൽ നമ്മൾ എടുത്തത് എങ്ങനെയായിരുന്നു? ഒരു ഷീൽഡിന്റെ ഷേപ്പിൽ എടുത്തുകൊണ്ടാണ് അതിന് ഷീൽഡ് ബഡ്ഡിങ് അല്ലെങ്കിൽ ടീ ബഡ്ഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെമ്പരത്തിയിലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? പാച്ച് ഷേപ്പിലായിരിക്കും ബഡ് എടുക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് വേണ്ടി ഇതേപോലെ ഈ ഷേപ്പിലായിരിക്കും നമ്മൾ ബഡ് എടുക്കുന്നത്. കണ്ടോ? അപ്പൊ അതിന്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും. ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ബഡ് എടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെമ്പരത്തിയിലാണ് സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനത്തെ ബഡ്ഡിങ് ചെയ്യുന്നത്. അപ്പൊ ചെമ്പരത്തിയിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ഇതേപോലെ റെക്ടാങ്കിൾ ഷേപ്പില് നമ്മൾ എന്തുണ്ടാക്കണം? റെക്ടാങ്കിൾ ഷേപ്പിൽ നമ്മളൊരു മുറിവുണ്ടാക്കണം. അതിനെ നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പാച്ച് ഷേപ്പിൽ അവിടുത്തെ ബാർക്ക് റിമൂവ് ചെയ്യണം, അല്ലെ അവിടുത്തെ തൊലി നമ്മൾ റിമൂവ് ചെയ്യും. ഇതുണ്ട്, ഇതേപോലെ നമ്മൾ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തതിന് ശേഷം ഇതിനകത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബഡ് ഇൻസേർട്ട് ചെയ്ത് വെക്കും. അപ്പൊ ഇതേപോലെ നമ്മൾ ബഡ് ഇൻസേർട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ബഡ് മറയാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരു പോളിത്തീൻ സ്ട്രിപ്പ് വെച്ച് കവർ ചെയ്യണം. ബഡ് മറഞ്ഞു പോകരുത്. ബഡ് മറയാത്ത രീതിയിൽ നമ്മൾ ഒരു പോളിത്തീൻ സ്ട്രിപ്പ് വെച്ച് നമ്മൾ കവർ ചെയ്യണം. അതേപോലെ നമ്മൾ ബഡ് നല്ല രീതിയിൽ ബഡ് മറയാത്ത രീതിയിൽ കെട്ടിവെക്കണം. അപ്പൊ ഈ ബഡ്ഡിങ്ങിന് പറയുന്ന പേരാണെന്ന് പറയും പാച്ച് ബഡ്ഡിങ് എന്ന്. അപ്പൊ നിങ്ങൾ നമുക്ക് ടീ ബഡ്ഡിങ്ങും അതേപോലെ തന്നെ പാച്ച് ബഡ്ഡിങ്ങും ചെയ്തു നോക്കുക. ടീ ബഡ്ഡിങ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന റോസ് ചെടിയിലായിരിക്കും. എന്നാൽ പാച്ച് ബഡ്ഡിങ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്തിൽ ചെയ്യാം? ചെമ്പരത്തിയിൽ ചെയ്യാം. അതേപോലെ തന്നെ ക്രോട്ടൺ ഇലച്ചെടികളിലും ചെയ്യാം. ഇപ്പൊ ചെമ്പരത്തിയിൽ തന്നെ നമുക്കിപ്പം റെഡ് കളറിലുള്ള ചെമ്പരത്തിയും അതേപോലെ തന്നെ മറ്റേതെങ്കിലും കളറിലുള്ള റോസ് കളറിലുള്ള ചെമ്പരത്തിയൊക്കെ നമുക്ക് ഒരു ചെടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബഡ്ഡിങ് എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. ബഡ്ഡിങ് മൂലം ഉണ്ടാകുന്ന ചെടിയുടെ മെച്ചങ്ങൾ എന്തെല്ലാമാണ്? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി നോക്കൂ. എഴുതിയത് ഒന്ന് വായിക്കൂ. വിത്ത് മുളച്ചു ഉണ്ടാകുന്നതിനേക്കാൾ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ നിലനിർത്താൻ കഴിയും. ഇനിയും ഗുണങ്ങൾ ഏറെയുണ്ട്. അത് കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ മറക്കാതെ രേഖപ്പെടുത്തുക. ബഡ്ഡിങ് എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.